വീണ്ടും ഗവർണർ സർക്കാർ പോരിന് വഴി തുറക്കുന്നു. സർവകലാശാല വിസി നിയമനത്തിന് ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ. പൂക്കോട് വെറ്ററിനറി യൂണിവേഴ്സിറ്റി വിസി നിയമനത്തിനാണ് ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയുടെ ശുപാർശ ഗവർണർ തള്ളിക്കളയുമെന്നാണ് സൂചന. അതിനിടെ വെറ്ററിനറി യൂണിവേഴ്സിറ്റി വിസിയെ തെരഞ്ഞെടുക്കുന്നതിന് സർക്കാർ രൂപീകരിച്ച കേരള സർവകലാശാല മുൻ വിസി ഡോക്ടർ ഇക്ബാൽ കൺവീനറായ കമ്മിറ്റി ഈ മാസം 15-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. UGCയുടെ 2025-ലെ കരട് റെഗുലേഷൻ നിയമമാകുന്നതിന് മുൻപ് ഇപ്പോൾ തിരക്കിട്ട് വിസിയെ നിയമിക്കാനാണ് സർക്കാർ തലത്തിൽ നീക്കം. നിലവിലെ വെറ്ററിനറി യൂണിവേഴ്സിറ്റി നിയമനത്തിൽ ഗവർണറുടെ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടെങ്കിലും ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി രാഷ്ട്രപതി അനുമതി നിഷേധിച്ച നിയമസഭ പാസാക്കിയ ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള 5-അംഗ കമ്മിറ്റിയാണ് സർക്കാർ രൂപീകരിച്ചത്. വെറ്ററിനറി യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായി കേരള മുൻ വിസി ഡോക്ടർ ബി ഇക്ബാൽ, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി കാർഷിക യൂണിവേഴ്സിറ്റി മുൻ വിസി ഡോക്ടർ പി രാജേന്ദ്രൻ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ പ്രതിനിധിയായി ഡോക്ടർ രാമൻ സുകുമാർ, ICAR പ്രതിനിധി ഡോക്ടർ രാഘവേന്ദ്ര ഭട്ട, UGC പ്രതിനിധി പ്രൊഫസർ നീലിമ ഗുപ്ത എന്നിവരാണ് സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയിൽ ഉള്ളത്. ഏപ്രിൽ 15-ന് തിരുവനന്തപുരം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് സെർച്ച് കമ്മിറ്റി യോഗം ചേരുന്നത്. സംസ്ഥാനത്തിന് പുറത്തുള്ള 2 കമ്മിറ്റി അംഗങ്ങൾക്കുള്ള വിമാനയാത്രാ ടിക്കറ്റ് സർവകലാശാല ചെലവിൽ നൽകിയിട്ടുണ്ട്. നാളിതുവരെ ഗവർണറാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത്. തുടർന്ന് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ വിസിയെ നിയമിക്കും. ആദ്യമായാണ് ഗവർണറുടെ പ്രതിനിധിയെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള എതിർപ്പിനെ തുടർന്നാണ് സർക്കാർ നേരിട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഗവർണറുടെ അംഗീകാരം കൂടാതെ ചട്ടവിരുദ്ധമായി സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ ശുപാർശ പുതിയ ഗവർണർ അംഗീകരിക്കുവാനുള്ള സാധ്യതയില്ല. പൂക്കോട് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന വിസിയെ മുൻ ഗവർണർ നീക്കം ചെയ്തിരുന്നു. സർവകലാശാലയിലെ തന്നെ പ്രൊഫസറായ ഡോക്ടർ KS അനിലിനാണ് ഇപ്പോൾ വിസിയുടെ ചുമതല. കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ഡോക്ടർ ബി ഇക്ബാൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ 12ഓളം പേർ വിസി തസ്തികയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു.